അഷിൻ ഡിയാഗോ ഇപ്പോഴുള്ളത് പാങ്ങോടാണുള്ളത്. അഷിൻ ഡിയാഗോ രാജ്ഭവനിൽ നിന്ന് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്യും. അവിടെയും ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണോ അഷിൻ ഡിയാഗോ? ഡോക്ടർ അരുൺ, ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെയുള്ളത്. വാഹന ഗതാഗതം പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുന്നു. ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി, അതായത് ഇടപ്പഴിഞ്ഞ ഭാഗം വഴി കടന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തും എന്നുള്ളതാണ്. ഉടൻ തന്നെ വാഹനം ഇവിടെ എത്തുകയും ചെയ്യും. ആരെയും പുറത്തേക്ക്, ഈ ബാരിക്കേഡിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസിന്റെയും അതുപോലെ മിലിറ്ററിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്നലെയും 5 ഇടങ്ങളിൽ ബോംബ് ഭീഷണി വന്നിരുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഈ മാസം ഏതാണ്ട് 18ഓളം ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സംശയം തോന്നുന്നവരൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവരുടെ കൃത്യമായ ID കാർഡുകൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് പോലും ഒരു പരിധിവരെ അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനം ഇതുവഴി കടന്നുപോകും. ഇതുവഴി കടന്നുപോകുന്ന പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ ആളുകൾ തടിച്ചുകൂടുമ്പോഴും കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തി ഇവരെ കൃത്യമായി തന്നെ അകലം പാലിച്ച് റോഡിന് ഒരു വശത്ത് പ്രധാനമന്ത്രി ചുറ്റുമുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, കൈവീശി കാണിക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തകർ ഇടപ്പഴിഞ്ഞ് ഭാഗത്തുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുവഴി കടന്നു പോകുന്നത് കാണാൻ വേണ്ടി നേരത്തെ വന്ന് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ട് പോവുക. പ്രധാനമന്ത്രി 10:30 ഇപ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം 10:15 വിഴിഞ്ഞത്ത് എത്തിച്ചേരും. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി വേദിയിൽ എത്തിച്ചേരുകയും ചെയ്യും. മുഖ്യമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രിയും സഞ്ചരിക്കുന്നത് ഒരേ ഹെലികോപ്റ്ററിലാണ്. ഇപ്പോൾ ആ പ്രദേശത്തേക്കുള്ള എല്ലാ വഴികളും അടച്ച് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് വഴിയൊരുക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 11:10, 11:15 രാജ്യത്തിന് പ്രധാനമന്ത്രി അത് സമർപ്പിക്കുക. 11:15 പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങും. 45 മിനിറ്റാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രി പാങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയും അല്പസമയത്തിനുള്ളിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ തയ്യാറാക്കിയ പ്രത്യേക ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേരും. അഷിൻ, എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിൽ തന്നെയാണ് നഗരമുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിനായി പ്രയത്നിച്ച എല്ലാ മനുഷ്യരെയും ഓർമ്മിക്കുന്നു എന്നാണ് നേരത്തെയും മുഖ്യമന്ത്രി പറഞ്ഞത്. VN വാസവൻ പറഞ്ഞത്. VN വാസവനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് ഇന്ന് സംസാരിക്കുക. തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വിഴിഞ്ഞത്ത് നിന്ന് പ്രധാനമന്ത്രി MSC സെലസ്റ്റിനോ അമരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും നടത്തുക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വേദിയിൽ ആദ്യം ഉള്ള പ്രമുഖനായ വ്യക്തി ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ വേദിയിലിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒരു ഭാഗത്ത് രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രധാനമന്ത്രി, മറുഭാഗത്ത് ഇതാ ഇടപ്പഴിഞ്ഞിയിലുള്ള ദൃശ്യങ്ങളാണ്. ഇടപ്പഴിഞ്ഞിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിക്കഴിഞ്ഞു. അഷിൻ ഡിയാഗോ ഇതാദ്യ പൈലറ്റ് വാഹനമാണ്. അവിടെ നിന്നും നേരെ മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് ഹെലിപ്പാഡിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോവുക, അല്ലേ? ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഇടപ്പഴിഞ്ഞിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇടപ്പഴിഞ്ഞിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിച്ചേരുന്നു. രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് ഇടപ്പഴിഞ്ഞിയിലെത്തി അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഈ വാഹനവ്യൂഹമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാഹനത്തിൽ, അതായത് ആ ക്യാമറമാൻമാരുള്ള വാഹനത്തിന് തൊട്ടു പിന്നാലെ ഉള്ള വാഹനത്തിലുണ്ട്. ഒപ്പം പ്രേക്ഷകർക്ക് കാണാം കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് അപ്പുറവും ഇപ്പുറവും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴിയരികിൽ കാത്തുനിന്ന പ്രവർത്തകരെ കൈവീശി കാണിച്ച് കൊണ്ടാണ് ഇപ്പോൾ മിലിറ്ററി ക്യാമ്പിലേക്ക് പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിലിറ്ററി ക്യാമ്പിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും ഹെലിപ്പാഡിലായിരിക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുക വിഴിഞ്ഞത്തേക്ക്.